ഏറ്റുമുട്ടലും തമ്മിൽ തല്ലുമൊക്കെ നടന്നിട്ടുള്ള കേരള നിയമസഭയിൽ ഇന്നലെ പക്ഷെ നടന്നത് തീർത്തും അഭിമാന നിമിഷങ്ങൾ തന്നെയായിരുന്നു. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ വളരെ പാടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പറഞ്ഞ വാക്ക് തെറ്റായി പോയെന്ന് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്താൻ ഒരു മനസ്സുണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വന്തം നാവിൽ നിന്നുണ്ടായ പിഴവ് തിരിച്ചറിഞ്ഞ് പിൻവലിച്ച് ക്ഷമ ചോദിച്ചും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പാർലമെന്ററി സമ്പ്രദായത്തിനാകെ ഒരു മാതൃക ആയിരിക്കുകയാണ്. പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ക്ഷമ ചോദിച്ചതിനെ സ്പീക്കറും കക്ഷിഭേദമന്യേ മറ്റു സാമ്രാജ്യകരും ചേർന്ന് അഭിനന്ദിക്കുകയായിരുന്നു. മന്ത്രി ജി.ആർ. അനിൽ പച്ചക്കള്ളം പറയുന്നെന്ന് കഴിഞ്ഞ ദിവസം സതീശൻ നടത്തിയ പരാമർശമാണ് ഇതിനെല്ലാം ഒരു നിമിത്തമായത്. വ്യാഴാഴ്ച വിലക്കയറ്റത്തിനെതിരെ കോൺഗ്രസിലെ പി.സി. വിഷ്ണുനാഥ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിലെ ചർച്ചയിലായിരുന്നു ഈ പരാമർശം നടത്തിയത്. പറവൂരിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തുള്ള പ്രസംഗത്തിൽ വിലക്കയറ്റം തടയാൻ സർക്കാർ സ്വീകരിച്ച നടപടികളെ സതീശൻ പ്രകീർത്തിച്ചു എന്നായിരുന്നു മന്ത്രി അനിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ താൻ അവിടെ പ്രസംഗിച്ചിട്ടില്ല, വിളക്ക് കൊളുത്തുക മാത്രമാണ് ചെയ്തതെന്നും മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നതെന്നും സതീശൻ വാദിക്കുകയുണ്ടായിരുന്നു. പ്രസംഗിച്ചതിന്റെ വീഡിയോ കൈവശമുണ്ടെന്നും സതീശന് വേണമെങ്കിൽ ഷെയർ ചെയ്യാമെന്നും മന്ത്രി മറുപടി നൽകി. ഇന്നലെ മന്ത്രി അനിൽ വിഷയം വീണ്ടും സഭയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പറവൂരിൽ സതീശൻ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഹാജരാക്കാമെന്നും അത് സഭാരേഖയിൽ ഉൾപ്പെടുത്തണമെന്നുമായിരുന്നു മന്ത്രിയുടെ ആവശ്യമെന്ന് പറയുന്നത്. ഈ സമയത്ത് പ്രതിപക്ഷ അംഗങ്ങൾ ആരും തന്നെ വാക്കൌട്ട് കാരണം സഭയിൽ ഉണ്ടായിരുന്നില്ല. അല്പസമയം കഴിഞ്ഞ് തിരികെ സഭയിൽ എത്തിയപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് തന്റെ പരാമർശം പിൻവലിച്ച് ക്ഷമ ചോദിച്ചത്. രേഖയിൽ നിന്നും പരാമർശം നീക്കാൻ സ്പീക്കറോട് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ ഈ ക്ഷമാപറച്ചിൽ ഒരിക്കലും ഒരു തോൽവിയാകില്ലെന്നും മറിച്ച് ഇതുപോലെ അതിര് കടക്കുന്ന വാക്കുകൾ പറയുമ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ തയ്യാറാകണമെന്നും സ്പീക്കർ സഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.